powerful are the names. The name before which every creation bow down. The name is Jesus Christ. കാൽവരി മലയിൽ നിന്നുയരും യേശുവിൻ രക്ഷാവചനമിതാ. ആദിയും അന്തവുമായൊരു വചനം, രക്ഷാവചനം. ഈശോയിൽ വാത്സല്യം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പെസഹ ദിനങ്ങളോടനുബന്ധിച്ച് ശാലോം ടെലിവിഷൻ സംപ്രേഷണം ചെയ്യുന്ന രക്ഷാവചനം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. യേശുവിലൂടെ പൂർത്തിയായ വലിയ രക്ഷാകര രഹസ്യങ്ങളെ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ദിനങ്ങളാണല്ലോ ഇവ. പെസഹായുടെ ദിവസം നമ്മുടെ മനസ്സിലെന്നും ഈശോയുടെ അന്ത്യത്താഴവും അനന്തര സംഭവങ്ങളും കൊണ്ടുവരുന്നു. ഇസ്രായേലിന് ഈജിപ്തിൽ അനുഭവിക്കേണ്ടി വന്ന വലിയ പീഡകളിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ ഓർമ്മയായിരുന്നു പഴയ നിയമ പെസഹായെങ്കിൽ, പുതിയ നിയമത്തിൽ യേശുവിലൂടെ പൂർത്തിയായ വലിയ വിമോചനത്തിൻ്റെ ഓർമ്മയായിട്ട് പെസഹ നിലകൊള്ളുന്നു. അതിൻ്റെ അനുസ്മരണവും ആഘോഷവുമാണ് അന്ത്യത്താഴ നിമിഷത്തിൽ ഈശോ സ്ഥാപിച്ച കുർബാനയിലൂടെ നമ്മൾ ഇന്നും ആഘോഷിക്കുന്നത്. പെസഹ വ്യാഴാഴ്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക യേശുവിൻ്റെ അന്ത്യത്താഴ വിരുന്നും അനന്തര സംഭവങ്ങളുമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായി എന്നറിഞ്ഞ യേശു അന്ത്യത്താഴം കഴിക്കാൻ നിന്നതിൻ്റെ കാര്യമാണ് വിവരിച്ചിരിക്കുന്നത്. ഈ ലോകം വിട്ടു പോകാൻ സമയമായി എന്നറിഞ്ഞ ഈശോ വളരെ പ്രത്യേകമായിട്ട് യോഹന്നാൻ ശ്ലീഹ അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്നറിഞ്ഞ തമ്പുരാൻ തൻ്റെ ജീവിതവും തൻ്റെ സഹനവും തൻ്റെ രക്ഷാകര പ്രവർത്തികളും തൻ്റെ മരണവും തൻ്റെ ഉത്ഥാനവും ദൈവജനം ഒരിക്കലും മറക്കരുത് എന്ന് ചിന്തിച്ചിട്ട്, അല്ലെങ്കിൽ അന്ന് ആഗ്രഹിച്ചിട്ട് അതിൻ്റെ സ്മാരകമായി പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം. പെസഹായെക്കുറിച്ചുള്ള നമ്മുടെ ഏറ്റവും വലിയ ഓർമ്മ ഇന്ന് കുർബാന സ്ഥാപിച്ച ദിവസം എന്നുള്ള ഓർമ്മയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ആഗ്രഹം എന്തായിരുന്നുവെന്നും പെസഹ ദിനത്തിൽ ഈശോ ചെയ്തതെന്താണെന്നും ധ്യാനിക്കുവാനും പഠിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും നമ്മളെ ക്ഷണിക്കുന്ന ഒരു ദിവസമാണ് പെസഹായുടെ ദിവസം. അന്ത്യത്താഴ നിമിഷം ഈശോ സ്ഥാപിച്ച പരിശുദ്ധ കുർബാന അതിൻ്റെ തീവ്രതയോടെ, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ലോകാവസാനം വരെ തുടരാനുള്ള ഉത്തരവാദിത്വമാണ് ഈശോ സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. സമാന്തര സുവിശേഷങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, യഹൂദരുടെ പെസഹ ദിനത്തിലാണ് യേശു അന്ത്യ അത്താഴം കഴിച്ചത്. യേശുവിൻ്റെ കുർബാന സ്ഥാപനമാണ് അന്ത്യത്താഴത്തെ മഹത്വരമാക്കി തീർക്കുന്നത്. എന്തിനാണ് ഈശോ കുർബാന സ്ഥാപിച്ചത്? ഓരോ കുർബാനയിലും നാം ചെയ്യേണ്ടതും ആഘോഷിക്കേണ്ടതുമായ കാര്യങ്ങൾ എന്താണ് എന്നറിയണമെങ്കിൽ ഈ പെസഹായെക്കുറിച്ച്, യേശുവിൻ്റെ അന്ത്യത്താഴത്തെക്കുറിച്ച് ധ്യാനിച്ചേ പറ്റൂ, പഠിച്ചേ പറ്റൂ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1337-ാമത്തെ ഖണ്ഡികയിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അന്ത്യത്താഴ നിമിഷത്തിൽ ഈശോ കുർബാന സ്ഥാപിക്കാനുള്ള കാരണമായി കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ലോകാവസാനത്തോളം മനുഷ്യരോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്. രണ്ടാമത്തേത്, തൻ്റെ പെസഹ രഹസ്യത്തിൽ അവരെ പങ്കുകാരാക്കുന്നതിന് വേണ്ടി. പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധാപൂർവം ധ്യാനിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഇന്ന് ഞാനും നിങ്ങളും ഓരോ കുർബാനയിലും പങ്കെടുക്കുമ്പോൾ യേശുവിൻ്റെ ആഗ്രഹം എന്തായിരുന്നു കുർബാന സ്ഥാപനത്തിലൂടെ എന്നറിഞ്ഞാൽ മാത്രമേ അനുഭവവേദ്യമായി തീഷ്ണതയോടുകൂടെ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. പലപ്പോഴും ദൈവജനം പരിശുദ്ധ കുർബാനയിൽ കാഴ്ചക്കാരായി മാറുന്നതും താമസിച്ചു വരുന്നതും കുർബാനയോട് താല്പര്യമില്ലാതെ വരുന്നതും ഈ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് യഥാർത്ഥത്തിലുള്ള അറിവിൻ്റെ കുറവാണ്.
യേശു ആഗ്രഹിച്ചത് എന്താണ് എന്ന്, യേശു എന്നിൽ നിന്നും ഇന്നും ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ള അറിവിൻ്റെ കുറവ്. എന്തുകൊണ്ടാണ് ഈശോ കുർബാന സ്ഥാപിച്ചത് എന്ന് സഭ പഠിപ്പിക്കുന്നതിലേക്ക് മടങ്ങിപ്പോകാം. ഒന്നാമത്, ലോകാവസാനത്തോളം മനുഷ്യരോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്. പ്രിയമുള്ളവരെ, ഓരോ കുർബാനയിലും യേശു ദൈവജനത്തോട് കൂടെയായിരിക്കുന്ന നിമിഷമാണ്. എന്നെയും നിങ്ങളെയും പിരിയാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് സ്ഥാപിച്ച കുർബാന, എന്നെയും നിങ്ങളെയും കാണാൻ ദൈവമിറങ്ങി വരുന്ന നിമിഷം. അതുകൊണ്ടാണ് പൗലോസ് ലേഖ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ കുർബാനയെ വിളിക്കുന്ന പേര് കർത്താവിൻ്റെ അത്താഴം. എന്താണ് കർത്താവിൻ്റെ അത്താഴം? യേശുവിൻ്റെ സാന്നിധ്യത്തെ, കുർബാനയുള്ള സാന്നിധ്യത്തെ പൗലോസ് ലേഖ ഏറ്റുപറയുന്നതാണ് ആ വാക്കിലൂടെ. ഓരോ കുർബാനയിലും നമ്മൾ ഓർക്കേണ്ടത്, എന്നെ കാണാൻ കാത്തിരിക്കുന്ന ഒരു തമ്പുരാനുണ്ട് എന്ന്. എന്നെ പിരിയാൻ ഇഷ്ടമില്ലാതിരുന്നിട്ട് അവൻ സ്ഥാപിച്ച കൂദാശയാണ് പരിശുദ്ധ കുർബാന. എത്രയോ തീഷ്ണതയോടുകൂടെയും തീവ്രതയോടുകൂടെയും ആഗ്രഹത്തോടുകൂടെയുമാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ അണയേണ്ടത്. കാരണം എന്നെ പിരിയാൻ ഇഷ്ടമില്ലാത്ത ദൈവത്തെ ഞാൻ കുർബാനയിൽ കാണുന്നു. എന്നെ കാണാൻ കാത്തിരിക്കുന്ന ഒരു ദൈവം പരിശുദ്ധ കുർബാനയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ആ ദൈവത്തെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? ഓരോ കുർബാനയിലും എൻ്റെ വരവും കാത്തിരിക്കുന്ന ഒരു തമ്പുരാനുണ്ട്. ഓരോ കുർബാനയിലും എൻ്റെ വരവും കാത്തിരിക്കുന്ന ഒരു തമ്പുരാൻ, എൻ്റെ ഇടവക ദേവാലയത്തിൽ എൻ്റെ വരവും കാത്തിരിക്കുന്ന ഒരു തമ്പുരാനുണ്ട് എന്നുള്ള ചിന്തയുള്ള ഒരു വ്യക്തിക്കും കുർബാനയൊരു ഭാരമായി തോന്നില്ല. ആ കുർബാനയിലേക്ക് തീഷ്ണതയോടുകൂടെ വരാൻ, സമയത്ത് വരാൻ അവന് പ്രചോദനമാകുന്നത് യേശുവിൻ്റെ ഈ ആഗ്രഹത്തെക്കുറിച്ച് അറിയുമ്പോഴാണ്. അതുകൊണ്ട് കുർബാന എന്ന് പറയുന്നത് എന്നെ പിരിയാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് എൻ്റെ കൂടെയായിരിക്കാൻ തമ്പുരാൻ സ്ഥാപിച്ച കൂദാശയാണത്. രണ്ടാമത്തെ കാര്യം ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. തൻ്റെ പെസഹ രഹസ്യത്തിൽ നമ്മളെ പങ്കുകാരാക്കാൻ. പ്രിയമുള്ളവരെ, പെസഹ രഹസ്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനവും പരസ്യജീവിതവും പീഡാസഹനവും മരണവും ഉത്ഥാനവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും അടങ്ങുന്ന സംഭവങ്ങളുടെ ആകത്തുകയാണ്. ഈ സംഭവങ്ങൾക്ക് പറയുന്ന പേരാണ് പെസഹ രഹസ്യം അല്ലെങ്കിൽ പാസ്കൽ മിസ്റ്ററി. തൻ്റെ ജീവിതത്തിൽ, തൻ്റെ സഹനത്തിൽ, തൻ്റെ മരണത്തിൽ നമ്മളെ പങ്കുകാരാക്കാൻ യേശു പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു കുർബാനയിൽ വരുമ്പോൾ വെറുതെ കാഴ്ചക്കാരായി ഇരിക്കേണ്ടവരല്ല നമ്മൾ. മറിച്ച് യേശു അന്ത്യത്താഴത്തിൽ തൻ്റെ പെസഹ രഹസ്യത്തിൽ ദൈവജനത്തെ പങ്കുകാരാക്കാൻ വേണ്ടിയിട്ടാണ് കുർബാന സ്ഥാപിച്ചതെങ്കിൽ അതിൽ പങ്കെടുക്കാനായിട്ടാണ് നമ്മൾ കുർബാനയിലേക്ക് വരേണ്ടത്. ഈ പെസഹ രഹസ്യത്തിലാണ് നമ്മൾ പങ്കെടുക്കേണ്ടത്. അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു പരസ്യ ജീവിതത്തിൽ വചനം പ്രഘോഷിച്ച് നടന്നപ്പോൾ, ഈശോ പീഡ സഹിച്ചപ്പോൾ, ഈശോ മരിച്ചപ്പോൾ, ഈശോ ഉത്ഥാനം ചെയ്തപ്പോൾ ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ പെരുമാറുമായിരുന്നുവോ അതുപോലെയാണ് ഞാനിന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ടത്. ആ പെസഹ രഹസ്യത്തിൽ എന്നെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി എത്രയോ അർത്ഥവത്താണ് ഓരോ പരിശുദ്ധ കുർബാനയും. എത്രയേറെ നമ്മൾ താല്പര്യത്തോടുകൂടെ പങ്കെടുക്കേണ്ടതാണ്. യേശുവിൻ്റെ പീഡാസഹനം നടക്കുമ്പോൾ ഞാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ കാഴ്ചക്കാരനായിട്ട് നിൽക്കുമായിരുന്നു, അതോ അവൻ്റെ വേദനയിൽ ഞാൻ പങ്കുചേരുമായിരുന്നു? പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അതേ സംഭവം, അതേ രക്ഷാകര സംഭവം എൻ്റെ മുമ്പിൽ നിവർത്തിതമാകുന്ന സുന്ദരമായ അനുഗ്രഹപ്രദമായ നിമിഷങ്ങളാണ് പരിശുദ്ധ കുർബാനയുടെ നിമിഷങ്ങൾ. അതുകൊണ്ട് ഈ പെസഹ രഹസ്യത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്. യേശുവിൻ്റെ ഈ ദിവ്യ രഹസ്യങ്ങളിൽ ധ്യാനിക്കാൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2003 ഏപ്രിൽ മാസം പെസഹ വ്യാഴാഴ്ച പുറത്തിറക്കിയ സഭയും വിശുദ്ധ കുർബാനയും എന്നുള്ള ചാക്രിക ലേഖനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഓരോ കുർബാനയുടെ അവസരത്തിലും ബലിയർപ്പിക്കുന്ന പുരോഹിതനും ദൈവജനവും ആത്മീയമായി പെസഹ ദിവസങ്ങളിലേക്ക് യാത്ര ചെയ്യണം. ഓരോ കുർബാനയുടെ സമയത്തും ബലിയർപ്പിക്കുന്ന പുരോഹിതനും
ദൈവജനവും ആത്മീയമായി പെസഹായുടെ ത്രിദിനങ്ങളിലേക്ക് സംവഹിക്കപ്പെടുന്നു. എൻ്റെ മനസ്സും എൻ്റെ ചിന്തകളും സെഹിയോൻ ഊട്ടുശാലയും ഗാഗുൽത്താമലയും ഗത്സമൻ തോട്ടവുമൊക്കെയായി മാറുന്ന നിമിഷം, എൻ്റെ ചിന്തകളിൽ അവ നിറയുന്ന നിമിഷം, അതാണ് പരിശുദ്ധ കുർബാനയുടെ നിമിഷമെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് ഈ പെസഹ ദിനത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ഓർക്കേണ്ടത് അന്ത്യത്താഴ നിമിഷം എന്തിനു വേണ്ടി ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുവെന്ന് ധ്യാനിക്കാനും പഠിക്കാനും ആ തീഷ്ണതയിൽ, ആ അറിവിൽ തീഷ്ണതയോടുകൂടെ പരിശുദ്ധ കുർബാനയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പങ്കെടുക്കാനുമാണ്. ഈ പെസഹ വ്യാഴാഴ്ചത്തെ സംഭവങ്ങൾ ഓരോന്നും നമ്മുടെ കുർബാനയുടെ പഠനത്തിന് നമ്മൾ വിധേയമാക്കേണ്ടതാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം വളരെ ശ്രദ്ധയോടുകൂടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈശോ വളരെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ പെസഹായ്ക്ക് വന്നത്. ഈശോ വളരെ ആഗ്രഹിച്ചുകൊണ്ട് വന്നതാണ്. തൻ്റെ ശിഷ്യരോടൊപ്പം ഈ പെസഹായി ആഘോഷിക്കണമെന്ന് അവൻ അതിയായി ആഗ്രഹിച്ചു. ഈ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് എന്തു നടന്നു? ആ പെസഹ ആഘോഷിക്കേണ്ട സ്ഥലം വളരെ കൃത്യതയോടുകൂടെ ഈശോ തെരഞ്ഞെടുത്തു. ആ പെസഹ ആഘോഷിക്കേണ്ട സ്ഥലം വളരെ കൃത്യതയോടുകൂടി ഈശോ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വിശാലമായ മാളികമുറി തെരഞ്ഞെടുക്കാനായിട്ട്, തൻ്റെ പെസഹ ആചരിക്കാൻ തെരഞ്ഞെടുക്കാൻ ഈശോ കൽപ്പിച്ച് ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയും വിശുദ്ധ കുർബാനയും എന്നുള്ള ചാക്രിക ലേഖനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് യേശുവിൻ്റെ അന്ത്യത്താഴ നിമിഷത്തിലെ സംഭവങ്ങൾ ഓരോന്നും ഗൗരവതരമായി നമ്മൾ ധ്യാനിക്കണമെന്ന്. അവൻ ആ സ്ഥലം തിരഞ്ഞെടുത്തത് വെറുതെയല്ല, താൻ സ്ഥാപിക്കാൻ പോകുന്ന കൂദാശയുടെ മഹത്വം എന്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ജെറുസലേമിൽ അന്ന് ലഭ്യമായിരുന്ന ഏറ്റവും സുന്ദരമായ മനോഹരമായ മാളിക മുറി അവൻ തിരഞ്ഞെടുത്തത്. ഇന്ന് കുർബാനയെ അർപ്പിക്കുന്ന ഓരോ വ്യക്തിയും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. സഭയ്ക്ക് കിട്ടിയ, ദൈവത്തിൽ നിന്ന് കിട്ടിയ, യേശുവിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ദാനമാണ് പരിശുദ്ധ കുർബാനയെങ്കിൽ ആ ദാനത്തിന് ശ്രേഷ്ഠമായ വിധം, ആ ദാനത്തിന് യോജിച്ച വിധം പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടണം. അതർപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും നമ്മളുടെ ശ്രദ്ധയുണ്ടായിരിക്കണം. അതർപ്പിക്കുന്ന സ്ഥലത്തിൽ പോലും സഭ ഇത്രയേറെ ശ്രദ്ധിക്കാനുള്ള കാരണം ഈശോ അന്ന് കാണിച്ച ആ തീഷ്ണതയാണ്. ഈ കൂദാശയുടെ മഹത്വം എന്ത് എന്ന്, കുർബാനയുടെ മഹത്വം എന്ത് എന്ന് ആ സ്ഥലം തെരഞ്ഞെടുത്തതിലൂടെ അവൻ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി എന്ന് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അന്ത്യത്താഴ നിമിഷത്തിലെ ഓരോ വാക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്ന പാദം കഴുകൽ ശുശ്രൂഷ മുതൽ വിശുദ്ധ കുർബാന എന്നുള്ളത് സേവനത്തിന് വേണ്ടി നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണെന്നും ശുശ്രൂഷയുടെ ഒരു കർമ്മമാണ് ഓരോ വിശ്വാസിയും ചെയ്യേണ്ടതെന്നും ഓർമ്മിപ്പിക്കാൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ അന്ത്യത്താഴ നിമിഷത്തിൽ കഴുകുന്ന യേശുവിനെ മറന്നുകൊണ്ട് സഭയ്ക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റില്ല. ഇത് മറന്നുകൊണ്ട് സഭയ്ക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റില്ല. യേശുവിൻ്റെ പാദം കഴുകൽ ശുശ്രൂഷ ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു അന്ത്യത്താഴ നിമിഷത്തിൽ, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ നിമിഷത്തിൽ. ഈ കുർബാന എന്നെ സേവനത്തിന് വേണ്ടി ഒരുക്കുന്നതാണ് എന്ന് യേശുവിൻ്റെ കാലുകഴുകൽ ശുശ്രൂഷ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും യേശുവിൻ്റെ അന്ത്യത്താഴത്തിലെ വാക്കുകൾ ഏറെ ശ്രദ്ധയോടുകൂടെ നമ്മൾ വിശകലനം ചെയ്യുകയും ധ്യാനിക്കുകയും ചെയ്തേ പറ്റൂ. അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് ശിഷ്യന്മാർക്ക് നൽകുന്ന യേശു പറയുന്ന വാക്കുകൾ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ശരീരമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ശരീരം. ഇതെൻ്റെ ശരീരം എന്നല്ല പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ശരീരമാണ്. വെറും വാക്കുകളായിരുന്നില്ലത്, ജീവിതത്തിലൂടെ അവനത് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതിന് സാക്ഷ്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. സെഹിയോൻ ഊട്ടുശാലയിൽ അന്ത്യത്താഴം കഴിഞ്ഞ് ഗത്സമൻ തോട്ടത്തിലേക്ക് പോകുന്ന യേശുവിനെ പിടിക്കാൻ പടയാളികൾ വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 4-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്: അവൻ മുന്നോട്ട് കയറി വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു?
അവൻ മുന്നോട്ട് കയറി വന്ന് തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിലേക്ക് കയറി നിന്നിട്ട്, ഏറ്റവും മുമ്പിൽ വന്ന് നിന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, നസറായനായ യേശുവെ. അതിൻ്റെ മറുപടി ശ്രദ്ധിക്കണം. അവൻ പറഞ്ഞു, അത് ഞാനാണ്. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ, എന്നെ പിടിക്കാം. അന്ത്യത്താഴ നിമിഷത്തിൽ ഈശോ പറഞ്ഞ വാക്കുകൾക്ക് ജീവൻ വെച്ച നിമിഷം. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ശരീരമാണ് എന്ന അന്ത്യത്താഴ നിമിഷത്തിലെ വാക്കുകൾ വെറും ജൽപ്പനങ്ങളായിരുന്നില്ല, ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത പ്രാവർത്തികമാക്കിയ കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ശരീരമാണെങ്കിൽ അവരനു വേണ്ടി മരിക്കാൻ തയ്യാറായി മുന്നോട്ട് കയറി നിൽക്കുന്ന ഒരു ഈശോ. പടയാളികൾ പിടിക്കാൻ വന്നപ്പം എന്നെ പിടിക്കാം, എൻ്റെ കൂടെയുള്ളവരെ തുടരുത്, അവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറയുന്നത് അന്ത്യത്താഴ നിമിഷത്തിൽ അവൻ കൊടുത്ത വാക്കുകളുടെ പൂർത്തീകരണമാണ്, അല്ലെങ്കിൽ അതിന് ജീവൻ വെച്ചതാണ്. അവരനു വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ജീവിതം എന്നുള്ളത് വാക്കുകൾ കൊണ്ട് മാത്രം പറയേണ്ടതല്ല എന്ന് ഓരോ കുർബാനയും നമ്മളെ ഓർമ്മിപ്പിക്കണം. പ്രിയമുള്ളവരെ, കുർബാന യാഥാർത്ഥ്യമാകണം. കുർബാന വെറും കാണുന്ന ശുശ്രൂഷയായിട്ട് കത്തോലിക്കാ സഭയ്ക്ക് മാറിക്കൂടാ. കാലാകാലങ്ങളിൽ സഭ പഠിപ്പിക്കുന്നതും ഇതാണ്. യേശുവിൻ്റെ വാക്കുകളെ ഓർക്കുമ്പം അത് അവൻ ചെയ്തതുപോലെ ജീവനുള്ളതാകണം എനിക്ക്. ആത്മസമർപ്പണമില്ലാത്ത ഒരു ബലിയും ബലിയല്ല, ഒരു കുർബാനയും കുർബാനയല്ല. പഴയ നിയമത്തിൽ ഇതിന് വ്യക്തമായ ഉദാഹരണമാണ് മലാക്കി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 6 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത്. നിങ്ങളുടെ ബലികൾ എനിക്ക് വേണ്ട എന്ന് മലാക്കി പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യാനുള്ള കാരണം ആ ബലിയർപ്പിച്ചതിൽ അവരുടെ ആത്മസമർപ്പണമില്ലാതെ പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മലിനമായതും മ്ലേച്ഛമായതും അവർ ബലിപീഠത്തിൽ അർപ്പിച്ചത്. ബലിയർപ്പണം ഒരു എവിടെയൊക്കെ ചടങ്ങാകുന്നുണ്ടോ അവിടെ ദൈവം ആ ബലിയെ നിഷേധിക്കും. ചടങ്ങാകേണ്ടതല്ല ബലിയർപ്പണമെന്ന് ഓരോ കുർബാനയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ആ ഓർമ്മപ്പെടുത്തൽ നമുക്ക് വരണമെങ്കിൽ അന്ത്യത്താഴത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചേ പറ്റൂ. അന്ത്യത്താഴ നിമിഷത്തിലെ യേശുവിൻ്റെ വാക്കുകളും പ്രവർത്തികളും എൻ്റെ ധ്യാന വിഷയമാവണം. അത് ഓരോ കുർബാനയിലും ഞാൻ അനുഭവിക്കണം. കുർബാനയിൽ എനിക്ക് കാണാനായിട്ട് സാധിക്കണം. ഇത് നിനക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ശരീരമാണ്. ഈ വാക്കുകളാണ് പ്രിയമുള്ളവരെ ഓരോ കുർബാനയിൽ നിന്നും പുറത്തിറങ്ങുന്ന ദൈവജനത്തിന് അപരനു വേണ്ടി ജീവിക്കാനുള്ള പ്രചോദനമരുതുന്നത്. 2000 വർഷമായി കത്തോലിക്കാ സഭയുടെ സാമൂഹ്യ സേവന രംഗത്തെ പ്രവർത്തനങ്ങളെല്ലാം ഈ കുർബാനയിൽ നിന്ന് കിട്ടിയ ഈ പ്രചോദനമാണ്. ജീവിതം എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അപരനു വേണ്ടിയിട്ടുള്ളതാണ്. അപരനു വേണ്ടിയിട്ടുള്ളതാണ് ജീവിതം. അതാണ് അന്ത്യത്താഴ നിമിഷത്തിൽ അവൻ നമ്മളെ കാണിച്ചു തന്നത്. ഇത് നിനക്കു വേണ്ടിയിട്ടുള്ള എൻ്റെ ശരീരമാണ്. ഇത് നിനക്കു വേണ്ടിയിട്ടുള്ള എൻ്റെ ശരീരം. ഓരോ കുർബാനയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ തീരുമാനമെടുക്കാനായിട്ടാണ്. ഇതില്ലാത്ത ഏത് കുർബാനയും ജനം പുച്ഛിച്ചു തള്ളും. ലോകം നമ്മളെ നോക്കി കുറ്റപ്പെടുത്തും. ഈ ബലി വെറും അധര ശുശ്രൂഷയായി, വെറും റിച്വലായി, ആചാരമായി മാറുമെന്ന് അവർ നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് അന്ത്യത്താഴ നിമിഷത്തെക്കുറിച്ചുള്ള ഓരോ ധ്യാനവും യേശുവിൻ്റെ വാക്കുകളും പ്രവർത്തികളും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എനിക്ക് തരുന്ന വിളിയാണ്, അല്ലെങ്കിൽ എന്നെ ക്ഷണിക്കുന്നതാണ്. അന്ത്യത്താഴ നിമിഷത്തിലെ ഈ വികാരപരമായ രംഗത്തെ മറന്നുകൊണ്ട് നമുക്ക് ബലിയർപ്പിക്കാനായിട്ട് പറ്റില്ല. എത്രയോ തീഷ്ണതയോടുകൂടിയാണ് വിശുദ്ധർ ബലിയർപ്പിച്ചു കൊണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ കുർബാനയിലും യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ, അവൻ്റെ പെസഹ രഹസ്യത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള ചിന്തയിൽ, ആ പെസഹ രഹസ്യത്തിൽ എന്നെ തന്നെ ഉൾച്ചേർക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് കുർബാന യഥാർത്ഥത്തിൽ യേശു ആഗ്രഹിച്ച രീതിയിൽ അർപ്പിക്കപ്പെടുന്നത്. അല്ലാത്ത കുർബാനകളൊക്കെ വെറും ആചാരങ്ങളായി തരം താണു പോകും എന്നുള്ളത് മറക്കാതിരിക്കുക. ഈ പെസഹായുടെ ദിവസം യേശുവിന് ആഗ്രഹമുണ്ടായിരുന്നതും ഈ ദൈവജനം മുഴുവൻ തൻ്റെ ശിഷ്യര് താൻ ആഗ്രഹിച്ചതുപോലെ ബലിയർപ്പിക്കണമെന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാർ വളരെ തീഷ്ണതയോടുകൂടെ ആദിമസഭയെ പഠിപ്പിച്ചിരുന്നതും അത് പ്രവർത്തിച്ചിരുന്നതും. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42-ാമത്തെ തിരുവചനം നമ്മുടെ മനസ്സിൽ കുറിച്ചിടുന്നത് നല്ലതാണ്. ആദിമസഭ എങ്ങനെയാണ് ബലിയർപ്പിച്ചത് എന്ന്. ആദിമസഭ ബലിയർപ്പിച്ചതിനെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനത്തിൽ പറയുന്നത് പ്രകാരമാണ്. അവർ അപ്പസ്തോലരുടെ കൂട്ടായ്മ, പ്രബോധനം, അപ്പം മുറിക്കൽ എന്നിവയിൽ സദാ താൽപ്പര്യപൂർവ്വം പങ്കെടുത്തിരുന്നു. പ്രിയമുള്ള ദൈവമക്കളെ,
കുർബാനയിൽ പങ്കെടുക്കുന്ന ദൈവജനം താല്പര്യപൂർവ്വം പങ്കെടുക്കേണ്ട ദൈവജനമാണ്. അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ താല്പര്യത്തോടെ പങ്കെടുത്ത ദൈവജനം, ആദിമസഭ. ഈ താല്പര്യമാണ് ഇന്ന് സഭ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഈ താല്പര്യത്തോടു കൂടിയുള്ള ബലിയർപ്പണമാണ് സഭ ഇന്ന് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് യേശു ആഗ്രഹിക്കുന്നത്. അതിലൊരു തരത്തിലുള്ള വെള്ളം ചേർക്കാനും സഭ തയ്യാറല്ല. ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കാനും സഭ തയ്യാറല്ല. കുർബാനയുടെ കാര്യത്തിൽ സഭ ഇത്രയേറെ കർക്കശ്യം കാണിക്കുന്നതും ദൈവത്തോടുള്ള സഭയുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. സഭയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ സ്വത്തായതുകൊണ്ട്, ഏറ്റവും വലിയ സമ്മാനമായതുകൊണ്ട് ഇതിനെ തീഷ്ണതയോടുകൂടെ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട്. അതുകൊണ്ട് ഈ കുർബാനയെക്കുറിച്ച് പഠിക്കുമ്പോൾ, മദ്യത്താഴ നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താല്പര്യത്തോടുകൂടെ ബലിയർപ്പിക്കാൻ നമുക്കൊരു പ്രചോദനം കിട്ടുമെന്നുള്ളത് വാസ്തവമാണ്. ഈ പഠനത്തിൻ്റെയും ഈ അറിവിൻ്റെയും ഈ ധ്യാനത്തിൻ്റെയും കുറവാണ് നമ്മുടെയൊക്കെ ബലിയർപ്പണത്തിൽ വന്നിട്ടുള്ള പോരായ്മകൾക്ക് കാരണമെന്ന് നമുക്ക് മറക്കാതിരിക്കാം. ഈ താല്പര്യത്തിന് കുറവിതാണ് യേശു എന്തുകൊണ്ട് കുർബാന സ്ഥാപിച്ചു എന്നുള്ള അറിവിൻ്റെ കുറവ്. അവൻ എന്തിനു വേണ്ടി കുർബാന സ്ഥാപിച്ചു എന്നുള്ള അറിവിൻ്റെ കുറവാണ് പലപ്പോഴും നമ്മളെ കുർബാനയിൽ കാഴ്ചക്കാരായി മാറ്റുന്നത്. ഓരോ കുർബാനയും അന്ത്യത്താഴ നിമിഷങ്ങളുടെ അനുസ്മരണവും ആഘോഷവുമാണെങ്കിൽ ആ സംഭവങ്ങളിലേക്ക് എൻ്റെ മനസ്സിനെ കുർബാനയുടെ സമയത്ത് തിരിച്ചുവിടാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. രണ്ടാം വത്തിക്കാൻ സുനകദോസ് ആരാധനക്രമത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയിൽ 11-ാമത്തെ ഖണ്ഡികയിൽ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം കുർബാനയുടെ സമയത്ത് എന്ന് പറയുന്നുണ്ട്. സഭയുടെ പ്രബോധനങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ ഓർത്തിരിക്കണം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് കുർബാനയിൽ? രണ്ടാം വത്തിക്കാൻ സുനകദോസ് പറയുന്നു, പ്രാർത്ഥനയിൽ വാക്കുകൾക്കൊപ്പം മനസ്സ് സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. വാക്കുകൾക്കൊപ്പം മനസ്സ് സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. പ്രിയമുള്ളവരെ, ഇതുതന്നെയാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിച്ചത്. കുർബാനയർപ്പിക്കുന്ന ദൈവജനത്തിലും പുരോഹിതനിലും അന്ത്യത്താഴ നിമിഷങ്ങൾ നിറഞ്ഞു നിൽക്കണം, അല്ലെങ്കിൽ യേശുവിൻ്റെ പെസഹ രഹസ്യങ്ങൾ മനസ്സിൽ നിറയണമെന്ന്. വാക്കുകൾക്കൊപ്പം മനസ്സ് സഞ്ചരിക്കുമ്പം കുർബാനയിൽ യേശുവിനെ അനുഭവിക്കാനായിട്ട് നമുക്ക് പറ്റും. യേശു എന്തിനു വേണ്ടി കുർബാന സ്ഥാപിച്ചു? ആ ലക്ഷ്യം നേടാനായിട്ട് നമുക്ക് പറ്റും. അവൻ വേദനിച്ചപ്പോൾ, അവൻ കുരിശ് ചുമന്നപ്പോൾ, അവൻ കുരിശിൽ കിടന്ന് പിടഞ്ഞപ്പോൾ അവൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്, തൻ്റെ ശിഷ്യര് തന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന്. തൻ്റെ ശിഷ്യര് തന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ നമുക്കറിയാം, പലരും കാഴ്ചക്കാരായി മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ കുർബാനയിലും, ഓരോ കുർബാനയിലും ഈശോ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു നമ്മൾ അവനോട് ചേർന്നു നിൽക്കണമെന്ന്. അവൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് ഓർക്കുമ്പം ഞാനവിടെ ഉണ്ടായിരുന്നു എന്നതുപോലെ പള്ളിയിൽ കുർബാനയിൽ പങ്കെടുക്കാൻ അത് യേശുവിൻ്റെ ആഗ്രഹമാണ് എന്ന് തിരിച്ചറിയണം. അത് യേശുവിൻ്റെ ആഗ്രഹമാണ്. പ്രിയമുള്ളവരെ, ഈ തീഷ്ണത കുറവ് നമ്മളുടെ കുർബാനയെ ഒത്തിരിയേറെ ബാധിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കാതെ വയ്യ. ഈ കുർബാനയെ തീഷ്ണതയോടുകൂടെ സമീപിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നത് ഈ അറിവിൻ്റെ കുറവാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1370-ാമത്തെ ഖണ്ഡികയിൽ സഭ എങ്ങനെയാണ് കുർബാനയിൽ പങ്കെടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. കുരിശിൻ്റെ ചുവട്ടിൽ അമ്മ നിന്നതുപോലെയാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. കുരിശിൻ്റെ ചുവട്ടിൽ അമ്മ എങ്ങനെയാണോ നിന്നത് അതുപോലെയാണ് വിശ്വാസി കുർബാനയിൽ പങ്കെടുക്കേണ്ടതെന്ന്. അന്ത്യത്താഴ നിമിഷത്തിൽ അവൻ കുർബാന സ്ഥാപിച്ചത് വെറുതെയല്ല. അവൻ്റെ പെസഹ രഹസ്യത്തിൽ ഞാൻ പങ്കെടുക്കാൻ, അതിന് മാതൃകയായി മറിയത്തെ സഭ ഉയർത്തിക്കാണിക്കുകയാണ്. അവൾ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതുപോലെ. അവളുടെ ധ്യാന വിഷയം മുഴുവൻ യേശുവിൻ്റെ സഹനങ്ങളായിരുന്നു, യേശുവിൻ്റെ മരണമായിരുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഈ പെസഹ ദിനം ഒരിക്കൽ കൂടി നമ്മുടെ മുമ്പിലേക്ക് ചോദ്യചിഹ്നം ഉയർത്തുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു സ്ഥാപിച്ച കുർബാന അവൻ ആഗ്രഹിക്കുന്നത് പോലെ അർപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? അവൻ ആഗ്രഹിച്ചതുപോലെ അർപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് പോലെ
വലിയൊരു ജനക്കൂട്ടം അവൻ്റെ കുരിശുമരണം കാണാനായിട്ട് വന്നിരുന്നു. അതുപോലെ ഒരു കാഴ്ചക്കാരനായിട്ടാണോ ഞാൻ കുർബാനയിൽ പങ്കെടുക്കുന്നത്? അതോ അവൻ ആഗ്രഹിച്ചതുപോലെ കുരിശിൻ്റെ ചുവട്ടിൽ അമ്മ നിൽക്കുന്നത് പോലെയാണോ? അന്ത്യത്താഴ നിമിഷത്തിൽ അവൻ ആഗ്രഹിച്ചുകൊണ്ട് സ്ഥാപിച്ചതാണ് കുർബാന. ഒരിക്കലും പിരിയാതിരിക്കാൻ, എന്നിൽ നിന്നും ഒരിക്കലും പിരിയാൻ ഇഷ്ടമില്ലാതിരുന്നിട്ട് ഇരിക്കുന്ന തമ്പുരാൻ, ആഗ്രഹത്തോടുകൂടി ഇരിക്കുന്ന തമ്പുരാനെ സ്നേഹത്തോടുകൂടെ കാണാനായിട്ട് നമുക്ക് കുർബാനയിലേക്ക് അണയാം. വിശുദ്ധരൊക്കെ കൊതിയോടെ കാത്തിരുന്നു ഒരു കുർബാന ആഘോഷത്തിന് വേണ്ടി. 2-3 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് ഒരുങ്ങി വന്ന് കുർബാനയർപ്പിക്കാൻ കാത്തിരുന്ന് ഒരുങ്ങിയിരുന്ന പാദ്രേ പിയോ എന്ന മഹാവിശുദ്ധനെ ഈ സമയം ഓർക്കുന്നത് നല്ലതാണ്. ഓരോ കുർബാനയിലും ഈശോ എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ചിന്തയോടുകൂടെ, എന്ന വിശ്വാസത്തോടുകൂടെ അന്ത്യത്താഴ നിമിഷത്തിൽ അവൻ ചെയ്തതൊക്കെ ചെയ്യുവാൻ, അവനോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് അണയാം. ഈ പെസഹ വ്യാഴാഴ്ച ദിവസം നമ്മളെ അതിന് കൂടുതൽ പ്രാപ്തരാക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമുക്ക് കിട്ടട്ടെ. കുർബാനയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ധ്യാനിക്കാനും ഈ ദിവസം നമുക്ക് ചെലവഴിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. you.